ഫ്രണ്ട്സ്, ഞാൻ രജീഷ്. വെൽക്കം ടു മൈ ചാനൽ ടിൻ ടർബോ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വാഹനം ടാറ്റ ഹാരിയർ XZ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. 2020 അല്ലെങ്കിൽ BS6 ടാറ്റ ഹാരിയർ വരുന്നത് നമുക്ക് ബേസിക്കലി 8 വേരിയൻസിലാണ് വരുന്നത്. XC, XM, XT, XT പ്ലസ്, XZ, XZDT, XZ പ്ലസ്, XZ പ്ലസ് DT, അതായത് ഡ്യുവൽ ടോൺ. DT എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ടോൺ. ഇത്രയുമാണ് 8 വേരിയൻസിലാണ് വരുന്നത്. പിന്നെ നമുക്കൊരു 5 വേരിയൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. XMA തൊട്ട് ഒരു XZ പ്ലസ് ഒരു ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 6 വേരിയൻറ്റ് XT തൊട്ട് മുകളിലോട്ട് 6 വേരിയൻറ്റ് നമുക്ക് ഡാർക്ക് എഡിഷൻ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 19 വേരിയൻ്റാണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു 6 കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ XZ പ്ലസ് കലിപ്സോ റെഡ് എന്ന് പറയുന്ന കളറുള്ള വണ്ടിയാണ് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. പിന്നെ നമുക്ക് വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ വണ്ടിക്ക് വിഷ്വലി വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അലോയ് വീൽസിന് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആയിട്ടുണ്ട്. പിന്നെ സൈഡ് മിറേഴ്സ് അതിൻ്റെ വലിപ്പം കുറച്ചിട്ടുണ്ട്, നേരത്തെ ഉള്ളതിനെക്കാട്ടിയും വലിപ്പം കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനറോമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വിഷ്വലി നമുക്ക് വന്നേക്കുന്ന ഡിഫറൻസ് പഴയ വണ്ടിയിൽ നിന്നും. വിഷ്വലി അല്ലാതെ കൂടുതൽ നമുക്ക് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ബാക്കിയെല്ലാം ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് മെക്കാനിക്കലി വന്നേക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 bhp നിന്ന് 170 bhpയിലേക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ പറയാം. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്രണ്ട് എൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാറ്റയുടെ ഇമ്പാക്റ്റ് 2 ഡിസൈനാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഇതാണ് ടാറ്റ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നമുക്ക് ടോപ്പിലാണ് നമ്മുടെ DRLസും കാര്യങ്ങളും എല്ലാം വരുന്നത്. താഴെ ബമ്പറിലാണ് നമുക്ക് ഹെഡ്ലൈറ്റ്സ് വരുന്നത്. അത് ഹെഡ്ലൈറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെനോൺ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് വരുന്നത് നല്ല വെട്ടം കിട്ടുന്ന, നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഹെഡ് ലാമ്പാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഗ്രില്ലിലും എല്ലായിടത്തും പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ആദ്യം കാണാൻ കഴിയുന്നത്. അത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. പിന്നെ അലോയ് വീൽസിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 235, 65, 17 ഇഞ്ച് അലോയ് ആണ്. ടയർ സൈസ് 235, 65 ആണ് വരുന്നത്. പിന്നെ ബേസ് മോഡൽസിനെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ 235, 70, പിന്നെ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. R16 ആണ്. വീലിൻ്റെ സൈസ് 16 ആണ്. പിന്നെ നമ്മുടെ പിന്നെ സ്പെയർ വീല് എല്ലാത്തിനും വരുന്നത് 235, 70, R16 തന്നെയാണ് എല്ലാത്തിനും സ്പെയർ വീല് വരുന്നത്. പിന്നെ സൈഡിലെ ബാക്കിലെ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു 3D LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. അതിന് ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് ടെയിൽ ലാംപ്സിലും പിന്നെ 2 ടെയിൽ ലാമ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഇതും വരുന്നുണ്ട്. ഒരു ഫിനിഷിങ് കൂടെ വരുന്നുണ്ട്. ഒരു ബാൻഡ് റൺ ചെയ്യുന്നുണ്ട്. ആ ബാൻഡിലാണ് നമ്മുടെ ടാറ്റയുടെ ലോഗോ വരുന്നത്. പിന്നെ ടാറ്റയുടെ ലോഗോയുടെ സൈഡിലായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാം കാണാൻ കഴിയും. ബാക്കിൽ നമുക്ക് വാഷ് ആൻഡ് വൈപ്പ് വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ 2 റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. താഴെ നമുക്ക് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടല്ലോ, ഒരു ലയണിൻ്റെയും കുട്ടികളുടെയും ഇത് കാണാം. നമുക്ക് നെക്സോണിൽ ടൈഗറും ആൾട്രോസിൽ പീക്കോക്കും ഒക്കെ വന്നതുപോലെ ടാറ്റ ഒരു തീം കാരി ഫോർവേഡ് ചെയ്തേക്കുവാണ്. പിന്നെ ഒരു 50 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക്, അത് ഡ്രൈവർ സൈഡിലാണ് നമുക്ക് ഫ്യൂൽ ടാങ്ക് വരുന്നത്. 50 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. സൈഡിലെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഹാൻഡിൽസിലും നമുക്ക് വിൻഡോ ലൈനിലും നമുക്ക് ക്രോം ഫിനിഷിങ് വരുന്നുണ്ട്. ഇതൊരു ടോപ്പ് ആൻഡ് ഡ്യുവൽ ടോൺ മോഡലാണ്. XZ പ്ലസ് DT ഡ്യുവൽ ടോൺ മോഡലാണ്. നമുക്ക് മുകളിൽ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പിന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ബാക്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡിസൈൻ്റെ കാര്യം നോക്കുമ്പോൾ ഇത്രയാണ് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ നിന്ന് വളരെ നല്ലൊരു ഡിസൈനാണ്. വളരെ വലിയ റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടിയാണ്. ഒരു 4600 mm അതായത് 4598 mm നീളവും 1894 mm വീതിയും ഒരു 1706 mm ഹൈറ്റും ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ വണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്കൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു അൺലാഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 mm ആണ്. പിന്നെ നമ്മുടെ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള റിയർ വ്യൂ മിറർ വരുന്നുണ്ട്. റിയർ വ്യൂ മിററിൻ്റെ വലിപ്പം കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ മോഡലിനെക്കാട്ടി ഇപ്പോൾ റിയർ വ്യൂ മിററിൻ്റെ വലിപ്പം കുറച്ചിട്ടുണ്ട്. അതും
നമ്മുടെ പാനോറാമിക് സൺറൂഫും അലോയ് വീല് ഡയമണ്ട് കട്ട് ഡ്യുവൽ ടോൺ ആക്കിയതുമാണ് നമുക്ക് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് കഴിഞ്ഞ മോഡലുമായിട്ട് വിഷ്വലി ഉള്ള. ബാക്കിൽ ഡിക്കി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും 425 ലിറ്ററാണ്. നല്ല വലിപ്പമുള്ളൊരു ഡിക്കിയാണ്. അത് നമ്മൾ ബൂട്ട് സ്പേസ് 425 ലിറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സീറ്റ് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 810 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടും. നമ്മുടെ ടൂൾസും കാര്യങ്ങളുമൊക്കെ വളരെ നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു അടപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് സ്പെയർ ടയർ നമുക്ക് അടിയിലാണ് വരുന്നത്. ഇതിനകത്തൊന്നുമില്ല, ബൂട്ടിനകത്ത് സ്പെയർ ടയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഒരു കവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സ്പെയർ ടയർ അടിയിലാണ് വന്നേക്കുന്നത്. നമുക്ക് 60-40 ഫോൾഡബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. 60-40 ഫോൾഡബിൾസ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. അത് നമുക്ക് ലഗേജൊക്കെ ഒത്തിരി ഉണ്ട്, ഒരു ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരാളിവിടെ ബാക്കിൽ ഇരിക്കാനുണ്ട്, നമുക്ക് കുറച്ച് ലഗേജ് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാരെ ഇരുത്താം. പിന്നെ അകത്ത് നമ്മുടെ സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. നമ്മുടെ അകത്ത് ഇൻറ്റീരിയേഴ്സ് എല്ലാം നമുക്ക് ഓക്ക് ലെതർ ഫിനിഷുള്ള ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആണ്. എൻ്റെ 5 feet 10 ആണ് എൻ്റെ ഹൈറ്റ്. എൻ്റെ ഹൈറ്റിനാണ് ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ലെഗ് റൂം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സ്പേസിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് USB ചാർജിങ്ങും പിന്നെ ഫോൺ വയ്ക്കാനുള്ളൊരു സ്ഥലവും വരുന്നുണ്ട്. സൈഡിലാണ് നമുക്ക് AC വെൻറ്റ് വരുന്നത്. 2 സൈഡിലും പിന്നെ ഡോറിൻ്റെ ഇതിലായിട്ടാണ് ആ ഒരു പില്ലറിലായിട്ടാണ്, ഡോർ പില്ലറിലായിട്ടാണ് നമുക്ക് AC വെൻറ്റ്സ് വരുന്നത്. പിന്നീട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. ഫിനിഷൊക്കെ വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് 2 സൈഡിൽ നമുക്ക് റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട്. 2 ഡോറിൻ്റെ സൈഡിൽ റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട്. ഒരു പാനോറാമിക് സൺറൂഫ് വന്നതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ റീഡിംഗ് ലാമ്പ് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് 2 സൈഡിലായിട്ടാണ് റീഡിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സീറ്റ് പോക്കറ്റ്സ് ഉണ്ട്. അത് അധികം ഡീപ്പൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ നമുക്ക് അവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട് നമുക്ക് സെൻറ്ററിൽ. പിന്നെ അവിടെ ചാർജറും ഉണ്ട്. സെൻട്രൽ ആംറസ്റ്റിൽ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ബാക്ക് സീറ്റിലെ. എയർ ബാഗ് 6 എയർ ബാഗാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ബാക്കിൽ 2 പില്ലേഴ്സിലും സെൻറ്റർ പില്ലേഴ്സിലും കർട്ടൻ എയർ ബാഗും ഫ്രണ്ട് ഡ്രൈവറിനും കോ ഡ്രൈവറിനും എയർ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ 6 എയർ ബാഗാണ് വരുന്നത്. പിന്നെ നമുക്ക് 1 ലിറ്റർ ബോട്ടിലും എല്ലാ ഡോറിലും 1 ലിറ്റർ ബോട്ടിലും പിന്നെ പേഴ്സൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് അടുത്ത 4 എയർ ബാഗ്. ഇനി ഫ്രണ്ടിൽ 2 എയർ ബാഗ് കൂടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് ടോപ്പ് എൻഡ് മോഡലിന് വരുന്നത്. പിന്നെ ഗ്രാബ് ഹാൻഡിൽസ് ഡ്രൈവർ സൈഡ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് 2 പാസഞ്ചറിനെ വരുന്നുള്ളൂ. സെൻട്രൽ പാസഞ്ചറിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പോയിട്ട് ഹെഡ് റെസ്റ്റേ വരുന്നില്ല. ഇതാണ് നമ്മുടെ സൺറൂഫ്. വളരെ വലിയൊരു സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. പാനോറാമിക് സൺറൂഫാണ്. വളരെ വളരെ വലിയ ആൾമോസ്റ്റ് ഫുൾ വെഹിക്കിളിൻ്റെ ലെങ്തിൽ തന്നെയുള്ള സൺറൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സെഗ്മെൻറ്റിൽ ഇതിന് സൺറൂഫ് ഇല്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ടാറ്റ ഇപ്പോൾ അപ്ഡേഷനിൽ അങ്ങ് തീർത്തു. വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പറേഷനാണ്. പിന്നെ ആൻറ്റി പിഞ്ച് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ റെയിൻ സെൻസറിങ് ഉണ്ട്. റെയിൻ വന്നു കഴിഞ്ഞാൽ തന്നെ ക്ലോസ് ആവും. പിന്നെ നമ്മൾ കൈ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവില്ല. ആൻറ്റി പിഞ്ച് ഫംഗ്ഷൻ ഉണ്ട്. അകത്ത് ടാറ്റ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറിൽ നമുക്ക് പവർ വിൻഡോയുടെ കൺട്രോൾസ് മാത്രമാണ് വരുന്നത്. നമ്മുടെ സൈഡ് മിറേഴ്സിൻ്റെ കൺട്രോളും പില്ലറിൽ തന്നെ മിററിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ആണ് മിറേഴ്സ് വരുന്നത്. പിന്നെ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേയും ഒരു 8.8 ഇഞ്ചിൻ്റെ ഹെർമാൻ സോഴ്സ്ഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവുമാണ് വരുന്നത്. പിന്നെ 2 എയർ ബാഗ് ഫ്രണ്ടിൽ വരുന്നത്. അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗാണ് വരുന്നത്. സെൻറ്ററിൽ നമുക്ക് കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ USB പോർട്ട് നമുക്ക് നേരത്തെ അത്ര ആക്സസബിൾ അല്ലായിരുന്നു. ഇപ്പോൾ അത് നല്ല ആക്സസബിൾ ആക്കിയിട്ടുണ്ട്. അതൊരു കഴിഞ്ഞ മോഡലിൽ നിന്ന് വന്നേക്കുന്നൊരു മെയിൻ വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ ഗിയർ നോബിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് അത് ഡ്രൈവ് മോഡ്സ് സെലക്ടറാണ് ഗിയർ നോബിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. ഈ റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉള്ളത്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൽ റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോളും നമ്മുടെ ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേയുടെ കൺട്രോൾസും പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മ്യൂസിക്കും ടെലിഫോണിക് കൺട്രോൾസുമാണ് വരുന്നത്. ഇത് നമ്മുടെ ലൈറ്റിൻ്റെയും നമ്മുടെ സൺറൂഫിൻ്റെയൊക്കെ കൺട്രോൾസ് മുകളിലാണ്. പിന്നെ മൈക്കുണ്ട്. പിന്നെ ആട്ടോ ഡിമ്മിങ് മിറേഴ്സ് വരുന്നുണ്ട്. ഇത്രയാണ്
വരുന്നത്. പിന്നെ നമ്മുടെ റിമോട്ടിനകത്ത് ലോക്ക് അൺലോക്ക്, പിന്നെ നമുക്ക് ഫോളോ മീ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പണിങ് വരുന്നുണ്ട്. പിന്നെ സെൻസർ ഉള്ളതുകൊണ്ട്, റിക്വസ്റ്റ് ബട്ടൺ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല, പോക്കറ്റിൽ കിടന്നാൽ മതി. പിന്നെ നമ്മുടെ DRLസിനകത്ത് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൂടെ വരുന്നുണ്ട്, അഡീഷണലായിട്ട് കയറി വരുന്നുണ്ട് DRLസിൻ്റെ കൂടെ തന്നെ. പിന്നീട് നമ്മുടെ സൈഡ് മിറേഴ്സിലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. സൈഡ് മിറേഴ്സ് ആട്ടോ അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ആണ്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സാണ്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 ലിറ്റർ ഫിയർ സോഴ്സ്ഡ് എഞ്ചിനാണ്, പിന്നെ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 170 PS പവർ, 3750 RPMലും 350 Nm ടോർക്ക്, 1750നും 2500 RPMനും ഇടയ്ക്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഗിയർ ബോക്സ് ഒരു 6 സ്പീഡ് ആട്ടോയും മാനുവലും ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഈ വാഹനത്ത് 6 സ്പീഡ് ആട്ടോ ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യണം. നമുക്ക് 5 മോഡാണ് വരുന്നത്. എക്കോ ഉണ്ട്, സിറ്റി ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, വെറ്റ് റോഡ് ഉണ്ട്, പിന്നെ റഫ് റോഡ് ഉണ്ട്. ഇത്രയും മോഡ്സാണ് നമുക്ക് വരുന്നത്. നമ്മൾ അതിൽ നമുക്ക് എക്കോയും സ്പോർട്ടും നമുക്ക് ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ താഴെയുള്ള സ്വിച്ച് 2 സ്വിച്ചായിട്ടും, ബാക്കി നമുക്ക് ആ ഡ്രൈവ് സെലക്ടർ നോബിനകത്ത് നമുക്ക് റഫ് റോഡും സിറ്റിയും പിന്നെ നമ്മുടെ ഇത് വെറ്റ് റോഡുമാണ് വരുന്നത്. ഈ സൺറൂഫ് ഉള്ളതുകൊണ്ട് അകത്ത് നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നല്ല ആംബിയൻസ് ആണ് അകത്ത് കിട്ടുന്നത്. പിന്നീട് നമ്മുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പവർഫുള്ളാണ്. ആ ഒരു 30 bhp വളരെ വ്യത്യാസം തന്നെ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു 140 bhp പവർ ഉണ്ടായിരുന്നുള്ളൂ ഈ സെയിം എഞ്ചിനിൽ, പക്ഷേ ടോർക്ക് സെയിം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 30 bhp അധികം വന്നപ്പോഴത്തേക്ക് അത് വണ്ടിക്ക് ഡ്രൈവിങ്ങിന് വളരെ വലിയ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത്. നല്ല ഡ്രൈവിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒമേഗ ആർക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമാണ് ടാറ്റ ഇതിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ബേസിക്കലി ഒരു റീ എഞ്ചിനീയർഡ് വേർഷനാണ്. ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിൻ്റെ ഒരു റീ എഞ്ചിനീയർഡ് വേർഷനാണ് ഈ ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ വളരെ നല്ല കൺട്രോളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ എനിക്ക് ആ കൂടെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിങ് കുറച്ച് ഹെവിയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 വീലിലും ഡിസ്ക് ബ്രേക്സ് കൊടുക്കാമായിരുന്നു. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ്. ഇത്രയും വലിയൊരു വണ്ടിക്ക് 4 വീലിലും ഡിസ്ക് ബ്രേക്ക് കൊടുക്കുന്നതായിരുന്നു നല്ലത്. പിന്നീട് നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്, പവേർഡ് ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്, HID പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ആട്ടോ ഹെഡ് ലാംപ്സ് ആണ്. പിന്നെ 8.8 ഇഞ്ച് ടച്ച് സ്ക്രീൻ വിത്ത് ആൻഡ്രോയിഡ് ആട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. ആട്ടോ ഡിമ്മിങ് IRVM വരുന്നുണ്ട് നമുക്ക്. പിന്നെ ആട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ലെതറേറ്റ് അപ്പോൾസ്റ്ററി വരുന്നുണ്ട്. ഇത്രയാണ് ഒരു ക്രീച്ചർ കംഫോർട്ട് ലിസ്റ്റ് വരുന്നത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് 6 എയർ ബാഗ്, റിയർ വ്യൂ ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ESP വരുന്നുണ്ട്, പിന്നെ ഓഫ് റോഡ് ABS വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കൺട്രോളുണ്ട്. ഇത്രയും വലിയൊരു വെഹിക്കിളായിട്ടും വലിയ ബോഡി റോളോ ആ വണ്ടിയുടെ ആ ഒരു രീതിയിലുള്ള ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഒന്ന് റഫ് റോഡിൽ കൂടെ പോവുകയാണ്. റഫ് റോഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിന്നെ ഈ റോഡിലുള്ള ആൻഡുലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ടാർ ചെയ്യാത്ത മെറ്റിൽ ഇട്ടേക്കുന്ന ഒരു റോഡാണ്. അതിലെ കൂടെ ഓടിച്ചിട്ട് നല്ല രീതിയിൽ ആൻഡുലേഷൻസ് ഒക്കെ നല്ല രീതിയിലാണ് അബ്സോർബ് ചെയ്യുന്നത്. നമ്മുടെ ക്യാബിനിലേക്ക് ഒന്നും ഫിൽട്ടർ ചെയ്ത് കയറി വരാൻ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് എൻജിൻ നോയ്സ് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യണം. എൻജിൻ നോയ്സ് കുറച്ച് കയറി വരുന്നുണ്ട്. ഇൻസുലേഷൻ കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു ടാറ്റയ്ക്ക്. പിന്നീട് നമ്മുടെ റിവേഴ്സ് ക്യാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇത് സ്റ്റാറ്റിക് ബെൻഡിങ് ലൈൻസ് വരുന്ന റിവേഴ്സ് ക്യാമറയാണ്. നമ്മൾ വണ്ടിയുടെ എങ്ങോട്ടാണ് തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്കിൾസിലോട്ട് അങ്ങനെ പോയി തട്ടുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. പിന്നെ വലിയ എക്സ്പെർട്ട് അല്ലാത്ത ആൾക്കാർക്ക് അത് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. ഇത്രയും വലിയ വണ്ടിയും കൂടെ ആകുമ്പോഴത്തേക്ക് അത് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. വണ്ടിയുടെ പവർ ഡെലിവറി വളരെ നല്ല പവർ ഡെലിവറിയാണ്. നമുക്ക് എക്കോയിൽ പോകുന്നത് നിന്നും നമ്മൾ സ്പോർട്സിലേക്ക് മാറ്റിയിടുവാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു പവറിൻ്റെ സർജ് ഫീൽ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ സ്പോർട്സ് മോഡ് ഇട്ടപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പവറിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ കഴിയും.
നമ്മൾ മറ്റുള്ള റഫ് റോഡ് മോഡായാലും വെറ്റ് മോഡായാലും ഒക്കെ ഇടുമ്പോഴത്തേക്കും ടാറ്റ അതിൻ്റെ ഒരു മാപ്പിങ്ങിലൂടെ അതിൻ്റെ ആ ഒരു ടോർക്ക് വ്യത്യാസം നമുക്ക് ടയറിലേക്ക് പവർ പോകുന്ന ഒരു വ്യത്യാസം വരുത്തിയിട്ട് നമുക്കത് വളരെയധികം ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വീൽ ഡ്രൈവ് ഇല്ല, നമുക്കൊരു വലിയ രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ഓഫ് റോഡിങ്ങിനൊന്നും പോകാൻ കഴിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുവിധപ്പെട്ട എല്ലാ ടെറൈനും ഇത് കൈകാര്യം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ നമുക്കൊരു 50 ലിറ്റർ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. ഫ്യൂൽ എഫിഷ്യൻസി ARI സർട്ടിഫൈഡ് ഒരു 17 കിലോമീറ്ററാണ്. ഫ്യൂൽ ടാങ്ക് ഒരു ഇച്ചിരി ഇത്രയും വലിയ വണ്ടിക്ക് ഇച്ചിരി ചെറുതാണെന്ന് തോന്നാമെങ്കിലും നമുക്കൊരു 17 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസി നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ ഏകദേശം 17 കിലോമീറ്റർ തന്നെ കിട്ടുമായിരിക്കാം. ചിലപ്പോൾ നല്ലോണം ഓടിച്ചാൽ അതിൽ കൂടുതലും കിട്ടാം. എന്നാലും ഒരു ആവറേജ് നമുക്കൊരു 14 ഒക്കെ പ്രതീക്ഷിക്കാം, 14-15 ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 800 കിലോമീറ്ററിന് മേലിൽ നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം. നല്ലൊരു റേഞ്ചാണ്. എന്നാലും കുറച്ചുകൂടെ വലിയ ഫ്യൂൽ ടാങ്ക് ആവായിരുന്നു, ഒരു 60 ലിറ്റർ ആവായിരുന്നു ഫ്യൂൽ ടാങ്ക്. പിന്നീട് ഇതിൻ്റെ ആട്ടോ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഗിയർ ബോക്സ് ആണ്. എനിക്ക് ഇതിൻ്റെ മാനുവൽ മോഡുണ്ട്, നമുക്ക് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാനുവൽ മോഡ് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയതേയില്ല. അത്രയ്ക്ക് നല്ല ഒരു ഗിയർ ബോക്സ് ആണെന്ന് തന്നെ പറയണം. നല്ല ഓവർടേക്കിങ് കാര്യങ്ങളും ഒക്കെ നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റും കാര്യങ്ങളും ഓവർടേക്കിങ്ങും എല്ലാം നമ്മൾ ആക്സിലേറ്റർ കാല് കൊടുക്കുന്നതനുസരിച്ച് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ആട്ടോ ഗിയർ ബോക്സ് ആണ്. നമുക്കൊരു 8.8 ഇഞ്ച് ടച്ച് സ്ക്രീനിലൂടെ വരുന്ന നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഒരു ഹെർമാൻ്റെ 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ടിട്ട് കേൾപ്പിക്കാൻ കഴിയില്ല, എന്നാലും വളരെ നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്, ഒരു സബ് വൂഫർ ഉൾപ്പെടെ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.